ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ്. ഡേ എന്ന് പറയാൻ പറ്റില്ല, ഇതിപ്പോൾ ആക്ച്വലി ഈവനിങ് ആയി. അപ്പോൾ ഞാൻ ഈവനിങ് ചായ ഉണ്ടാക്കുമ്പം ഞാൻ വിചാരിച്ചു പപ്സ് ഉണ്ടാക്കാം. ആ റെസിപ്പി നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഈവനിങ് ആകുമ്പം നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ് കേട്ടോ. ഒരു തവണ മോർണിംഗ് വ്യൂ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈവനിങ് ആകുമ്പം ഇതുപോലെ രാത്രി ആവണേൻ്റെ ഇടയിലുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ ബിൽഡിങ്സിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു വൈബിലേക്കാണ് നമ്മൾ ഈവനിങ് എത്തുക. അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്ക് നമ്മുടെ എഗ് പഫ്സ് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ ഇതുപോലെ എഗ്ഗ് ഒന്ന് ബോയിൽ ചെയ്യണം. എന്നിട്ട് ഞാൻ പഫ് പേസ്ട്രി ആയിട്ട് യൂസ് ചെയ്യുന്ന ഈ ഒരു ബ്രാൻഡിൻ്റെയാണ്, നിങ്ങൾക്ക് ഏതും യൂസ് ചെയ്യാം. ഇത് ഹോൾ വീറ്റിൻ്റെയാണ് കേട്ടോ. എന്നിട്ട് നമ്മളൊരു പാനിൽ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം അതൊന്ന് ചൂടായി വരുമ്പം ഈ 3 ഇൻഗ്രീഡിയൻസും ടൈം അനുസരിച്ചായിട്ട് ഇടണം. ആദ്യം നമ്മുടെ വെല്ലുള്ളി സ്ലൈസ് ചെയ്തത് നന്നാക്കി ഒന്ന് കൈ വെച്ചൊന്ന് ക്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വഴണ്ട് കിട്ടും. അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് വഴണ്ട് കിട്ടും. എന്നിട്ട് നന്നായി നമ്മൾ സോട്ട് ചെയ്യുക. പിന്നെ ഈ ഒരു റെസിപ്പി ആക്ച്വലി ഭയങ്കര സിമ്പിളാണ് കേട്ടോ. പക്ഷേ നമ്മളാരും ഇത് വീട്ടിലങ്ങനെ എഗ് പപ്സ് ഒന്നും നമ്മൾ ഉണ്ടാക്കില്ല. നമ്മളെപ്പോഴും കടയിൽ നിന്നല്ലേ മേടിക്കാറ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് ഹോം മെയ്ഡായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് അത് വഴണ്ട് വരുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മുടെ ജിഞ്ചർ ഗാർലിക്ക് ക്രഷ് ചെയ്തതാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അതുപോലെ തന്നെ പച്ചമുളക് ഇതേപോലെ കുഞ്ഞതായിട്ട് അരിഞ്ഞതും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് നമ്മുടെ പൊടികൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ എപ്പോഴും നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി വഴണ്ട് വരുമ്പോൾ മാത്രമേ നമ്മൾ അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ആദ്യം മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. അതൊരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. എന്നിട്ട് പിന്നെ കൊറിയാൻഡർ പൗഡർ, മല്ലിപ്പൊടി, അത് ഞാനൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. മുളക് പൊടി ഞാനൊരു 3/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഗരം മസാല, ഒരു 1/4 ടീസ്പൂണോളം, പിന്നെ കുരുമുളക് ഒരു 1/2 ടീസ്പൂണൊക്കെ നമുക്ക് ഇടാം. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് നമ്മുടെ ഈ ഒരു മസാല റെഡി ആവണം. അത് കഴിഞ്ഞ് വിട്ട് നിൽക്കാൻ പാടില്ല. കുറച്ചൊരു കുഴഞ്ഞ പോലത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് പപ്സിന് കുറച്ചുകൂടി നന്നാവുക കേട്ടോ. ഇനി അതിലേക്ക് ലേശം വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ ആ ഒരു കുഴഞ്ഞ കൺസിസ്റ്റൻസി നമുക്ക് കിട്ടുക. എന്നിട്ട് നമ്മൾ ഈ സ്പൂൺ കൊണ്ട് നന്നായി ഇതൊന്ന് ഉടച്ചു കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ ഈ പപ്സിൻ്റെ അകത്ത് നിറയ്ക്കാൻ പറ്റുന്ന ഒരു മസാലയാവുക. ഇല്ലെങ്കിൽ വിട്ട് മാറി നിൽക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മുടെ പുഴുങ്ങിയ മുട്ട തണുത്ത് കഴിയുമ്പം നന്നാക്കി 2 കഷ്ണാക്കി മുറിച്ച് വെക്കുക. ഞാനിപ്പോൾ കുറച്ചധികം മുട്ട എടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ട്രയൽ ആയതുകൊണ്ട് ആകെ 2 പപ്സേ എടുക്കുന്നുള്ളൂ. കോട്ടിങ്ങിനായിട്ട് വേറൊരു മുട്ട ഇതുപോലെ പൊട്ടിച്ചൊരു പാത്രത്തിൽ മാറ്റി വയ്ക്കുക. നമ്മുടെ ഈ പഫ് പേസ്ട്രിയിൽ 10 പീസസ് ആയിരിക്കും ഉണ്ടാവുക, ഇതുപോലത്തെ സ്ലൈസുകൾ. അപ്പം ഇതെല്ലാം ഇങ്ങനെ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റും ഇതിൻ്റെ ഇടയിലുണ്ടാവും, അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഈ ചപ്പാത്തി പാക്കറ്റൊക്കെ നമ്മൾ റെഡി ടു കുക്ക് മേടിക്കുമ്പം കിട്ടില്ല, ഇതിൻ്റെ അകത്ത് വേറൊരു പേപ്പറും കൂടി അവർ വെക്കും. അപ്പോൾ ഇത് ഞാനിങ്ങനെ വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മുടെ മസാല ആദ്യം ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ പുഴുങ്ങിയ മുട്ടയുടെ ഹാഫ് സ്ലൈസസ് വെച്ച് കൊടുത്തു. എന്നിട്ട് ഈ 4 ഭാഗം കൂടി നമ്മളൊന്ന് കൂട്ടി യോജിപ്പിച്ച് ആ ഒരു പപ്സിൻ്റെ ഷേപ്പ് അറിയാമല്ലോ, അതുപോലെ നമ്മളൊന്ന് പ്രസ് ചെയ്ത് ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഇങ്ങനെ ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലോട്ടാണ് നമ്മൾ നേരത്തെ കോട്ടിങ്ങിനായിട്ട് മാറ്റി വെച്ച മുട്ടയുണ്ടല്ലോ, അപ്പോൾ അതൊരു ബ്രഷിൽ മുക്കിയിട്ട് നമ്മൾ ഈ ഒരു പപ്സിൻ്റെ മുകളിൽ നമ്മൾ കോട്ട് ചെയ്ത് കൊടുക്കുക. ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ആക്ച്വലി ഇത്രയും നന്നായിട്ട് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് നന്നായി വരുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനിത് മെയിനായിട്ട് കുക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചത് നമ്മുടെ എയർ ഫ്രയറിൽ വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ എയർ ഫ്രയറിൽ വെക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ വീണ്ടും ഡബിൾ കോട്ടായിട്ട് നമ്മൾ ഒന്നും കൂടി മുട്ടയുടെ അത് അതിൻ്റെ മുകളിലൊന്ന് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ എയർ ഫ്രയറിൽ നമ്മൾ 180 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റ്സാണ് ഞാൻ വെക്കുന്നത്. അങ്ങനെ 15 മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കുമ്പം നമുക്ക് ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള എഗ് പഫ്സ് നമുക്ക് റെഡിയായി കിട്ടും. അപ്പം വീട്ടിലും നമുക്ക് എഗ് പഫ്സ് നമ്മുടെ എയർ ഫ്രയർ ഉണ്ടെങ്കിലും ഓവൻ ഉണ്ടെങ്കിലും എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നിങ്ങൾ മേടിക്കുമ്പം വീറ്റിൻ്റെ പഫ് പേസ്ട്രീസ് മേടിക്കാൻ നോക്കുക. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് കഴിക്കുമ്പം കുറച്ച് ഹെൽത്തി ആയിട്ട് നമുക്ക് തോന്നും. ഇതൊക്കെ ഒരു മൈൻഡ് സെറ്റാണ് കേട്ടോ, എല്ലാവർക്കും അങ്ങനെ ഫീൽ ചെയ്യണമെന്നില്ല. എന്തായാലും നമ്മൾ പപ്സൊക്കെ കഴിച്ചു.
എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതേപോലെ അക്കി ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല ഇത്രയും നല്ലൊരു രീതിയിൽ വരുമെന്ന്. അങ്ങനെ ഞങ്ങൾ ഈവനിങ് ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ അടുത്തതായിട്ട് പോകുന്നത് ഐക്കിയയിലേക്ക് ഒന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. കാരണം നമ്മുടെ ടി വിയുടെ സൈഡിൽ ഒരു ബ്ലാങ്ക് സ്പേസ് കിടപ്പുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചു അവിടെ നമുക്കൊരു ഹൈറ്റിലുള്ള ലാമ്പ് മേടിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം മൈൻഡിൽ വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ തവണ പോകുമ്പോൾ നമ്മൾ മേടിച്ചിട്ടേ വരുള്ളൂ എന്നുള്ള രീതിയിലാണ് നമ്മൾ പോയത്. അപ്പം നോക്കണം എന്തൊക്കെയാണ് നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് മേടിക്കാം എന്നുള്ളൊരു ഇതിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അബുദാബിയിൽ യാസിലുള്ള ഐക്കിയയിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ എൻട്രൻസിൽ നിന്ന് നമ്മൾ അങ്ങനെ കയറി പോവുകയാണ്. ഇപ്പോൾ ആക്ച്വലി അവിടെ ഒരുപാട് ഓഫേഴ്സ് നടക്കുന്ന ഒരു ടൈമാണ് കേട്ടോ. ഒരുപാട് കാര്യത്തിൽ നല്ലോണം ഓഫേഴ്സ് അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ പേർപ്പസ് ആക്ച്വലി ഇങ്ങനെ ഈ ഒരു ലാമ്പ് നോക്കാം എന്നുള്ളത് കൊണ്ട് നമ്മൾ വേറെ ഒന്നിലും നമ്മളങ്ങനെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ യാസിൽ നിന്ന് വരുമ്പോഴുള്ള അവരുടെ മെയിൻ എൻട്രൻസ്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ച് പോകുന്നേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള സാധനങ്ങൾ കാണുകയാണെങ്കിൽ ഞാൻ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതുപോലെ ഒരുപാട് എന്താ പറയുക, നമുക്ക് ലിവിങ് റൂം ഐഡിയാസ് അവിടെ ഐക്കിയയിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് സ്പോട്ട്സാണ് ഇതുപോലത്തെ സ്ഥലത്ത് പോയിട്ട്. എനിക്ക് ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നോക്കാനും അറേഞ്ച് ചെയ്യാനൊക്കെ. അപ്പം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുമ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ടൈം അതിൽ സ്പെൻഡ് ചെയ്യാറുണ്ട്. ഇന്നിപ്പോൾ പെട്ടെന്ന് അക്കിക്ക് തിരിച്ചു പോകണം എന്നൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വളരെ ഷടപടയെന്നുള്ള രീതിയിലാണ് നമ്മൾ ഷോപ്പ് ചെയ്യുന്നത്. പിന്നെ ഈ തവണ കണ്ട ഒരു സംഭവം, ഇതുപോലെ ഈ ഒരു ബുക്ക് അവിടെ ഐക്കിയുടെ അവർ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് സാധനങ്ങളുടെ റേറ്റും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിങ്ങനെ ആക്ച്വലി ഇങ്ങനെ റൂമിൽ നിന്ന് നടക്കുകയാണ് ചെയ്യുക ഐക്കിയയിൽ ചെല്ലുമ്പം. എനിക്ക് എന്നല്ല, പൊതുവെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യം തന്നെയാണ്. ഈ ഒരു സാധനം മേടിക്കണം എന്നിങ്ങനെ വിചാരിച്ചു. പിന്നെ നമ്മൾ വിചാരിച്ചു ഇതിൻ്റെ ഒരു ആവശ്യം നമുക്കിപ്പോൾ ഇല്ല. നമ്മളിപ്പോൾ അത്രയധികം ജ്യൂസോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ കുടിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ പിന്നെ ആ സാധനം അവിടെ വെച്ചു. പിന്നെ ഇപ്പം എൻ്റെ വേറൊരു സംഭവം എന്താ വെച്ചാൽ, എനിക്ക് ഈ ഫ്ലവർ വേസസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ എനിക്കൊന്ന് പുതിയതായിട്ടുള്ള മേടിക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മൈൻഡിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ നടക്കുന്നുണ്ട്. നല്ലത് കാണുകയാണെങ്കിൽ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മൾ തപ്പി നടന്ന നമ്മുടെ ലാമ്പ് ഒരു ലിവിങ് റൂമിൻ്റെ ഐഡിയയിൽ അവരവിടെ വെച്ചിട്ടുണ്ട്. ഒരു ലിവിങ് സ്പേസിൽ നമ്മൾ കണ്ടു. ഈ ഒരു സാധനമാണ് നമ്മൾ മേടിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ ഞാൻ കണ്ട വേറെ സാധനമാണ്, നമുക്ക് കിച്ചണിൽ നമുക്ക് വെജിറ്റബിൾസൊക്കെ കഴുകണമെങ്കിൽ സിങ്കിൽ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് സിമ്പിളായിട്ട് നമുക്ക് കഴുകാൻ വേണ്ടി പറ്റും. ഇതും നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. 39 ദിർഹമാണ് ഈ ഒരു ഐറ്റത്തിന് വരുന്നത്. പിന്നെ നമ്മൾ പോയത് ഇതേപോലെ നമ്മുടെ വാനിറ്റി ടേബിൾസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ നോക്കി. കാരണം ഇതിൻ്റെയൊക്കെ ഒരു നെസസിറ്റി നമുക്ക് ഉണ്ട്, പക്ഷെ നമ്മൾ മേടിക്കുന്നില്ല, നോക്കി ജസ്റ്റ്. പിന്നെ എവിടെയൊക്കെ മിറേഴ്സ് കണ്ടാലും അവിടെയൊക്കെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കും. അത് എല്ലാവരും അങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മളത് ലൈറ്റിംഗ് ഭാഗത്തേക്ക് എത്തി. നമ്മൾ ആദ്യം ഈ ഒരു കൈൻഡ് ഓഫ് ലാമ്പ് നോക്കി, പക്ഷേ ഇത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമ്മുടെ ആ ഒരു ടി വിയുടെ ആ ഒരു സ്പേസിലോട്ട് ഇത് കോംപ്ലിമെൻ്റ് ചെയ്യില്ല. പിന്നെ നമ്മൾ നോക്കി നടന്ന നമ്മുടെ ഈ ഒരു ലാമ്പ് നമ്മൾ കണ്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു ആക്ച്വലി. അത് നല്ല സോളിഡായിട്ടുള്ള ലാമ്പാണത്. അങ്ങനെ നമ്മൾ അതങ്ങോട്ട് എടുത്തു. അങ്ങനെ ഫൈനലി നമ്മുടെ ആ ടി വിയുടെ സ്പേസിനൊരു തീരുമാനമായി. അവിടെ ഈ ഒരു ലാമ്പ് വെച്ച് കഴിഞ്ഞാൽ നന്നായി കോംപ്ലിമെൻ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾ താമസം തുടങ്ങിയ സമയത്ത് നമ്മൾ അരേക്കാപ്പാം എന്ന് പറഞ്ഞൊരു ചെടി മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എല്ലാവരും വീട്ടിൽ വരുമ്പോഴും എപ്പോഴും നന്നായിട്ട് പറയാറുണ്ടായിരുന്നു. ആ ചെടി പക്ഷെ കുറച്ച് കാലം നിന്നുള്ളൂ. പെട്ടെന്ന് അത് അങ്ങോട്ട് അതിനെന്തോ ഒരു ഫംഗൽ പ്രശ്നം വന്നിട്ട് അത് ഡാമേജ് ആയിപ്പോയി. അതിനുശേഷം ആ ഒരു ടി വി സ്പേസ് അങ്ങനെ ബ്ലാങ്കായി കിടക്കുമായിരുന്നു. അപ്പോഴേ മുതൽ ആഗ്രഹമായിരുന്നു ഇതേപോലത്തെ ഒരു ലാമ്പ് വെക്കണം എന്നുള്ളത്. ഫൈനലി നമുക്ക് കിട്ടി. പിന്നെ ഞാൻ ഈ ഫോട്ടോ ഫ്രെയിംസിൻ്റെ ഏരിയയിലോട്ട് വന്നു. ഇത് 5 ദിർഹത്തിനായിരുന്നു ഈ ഒരു ഫോട്ടോ ഫ്രെയിം. അതുപോലെ തന്നെ 2 ദിർഹത്തിനാണ് ഈ ഒരു ഫോട്ടോ ഫ്രെയിം. ഒരുപാട് നമ്മുടെ പൈസയ്ക്ക് അനുസരിച്ചിട്ടുള്ള രീതിയിലത്തെ ഫോട്ടോ ഫ്രെയിംസും ഐഡിയാസും ഒക്കെ നമുക്ക് ഐക്കിയയിൽ ചെന്ന് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. വീണ്ടും കണ്ണാടി കണ്ടു. ഞാൻ വീണ്ടും എല്ലാ മിറേഴ്സിൽ കൂടി ഞാനിങ്ങനെ നോക്കി പോവാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ വൺ ഓഫ് ദ വീക്ക്നെസ്സിൽ പെടുന്നൊരു കാര്യമാണ് കേട്ടോ ഈ മിറർ ഒബ്സഷൻ.
ഐക്യയിൽ വരിക എന്ന് പറയുന്നത് തന്നെ ഒരു ടൈം പാസ്സായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് പൂക്കളൊക്കെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് മേടിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് വന്നപ്പം ഇവിടെ 3 ദിർഹത്തിന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ഫ്ലവേഴ്സ് കണ്ടു. അപ്പം ഒട്ടും താമസിപ്പിച്ചില്ല, ഞാനൊരു 5 എണ്ണം അതിൻ്റെ അകത്തുനിന്ന് എടുത്തു. 3 ദിർഹം, 5 ദിർഹം, 9 ദിർഹം, 19 ദിർഹം ഈ ഒരു എമൗണ്ടിലൊക്കെ അവിടെ ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്, നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് അവിടെ കിട്ടും. അപ്പം നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞ് നമ്മുടെ ബില്ലിംഗ് ഏരിയയിലേക്ക് പോവുകയാണ്. അപ്പം അതിന് മുമ്പായിട്ട് ഇതാണ് അവരുടെ വെയർ ഹൗസ്. അപ്പം നമുക്ക് അവിടെ നിന്ന് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ആ ഒരു പ്രൈസ് ടാഗിൻ്റെ അവിടെ ഇതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഈ ഒരു സ്പോട്ടിൽ വന്നിട്ട് നമുക്ക് ആ റാക്കിൽ നോക്കി കറക്റ്റായിട്ട് നമ്മുടെ സാധനം എടുക്കാം. ഇതൊക്കെ ടോയ്ലറ്റ് ക്ലീനിങ് ബ്രഷസ് ആണ്, 1.95 ദിർഹം. പിന്നെ ഈ ഒരു കൈൻഡ് ഓഫ് സ്പൂണിൻ്റെ സെറ്റ്സ് എല്ലാ UAE വീട്ടുകാരുടെ അടുത്തും ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. 6.95 ആണ് അതിൻ്റെ പ്രൈസ്. പിന്നെ ക്രിസ്മസ് വൈബ്സ് ഒക്കെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഐക്യയിൽ. യൂഷ്വലി ഇപ്പം ദീപാവലി ആയതുകൊണ്ട് അതിൻ്റേതായ ഒരുക്കങ്ങളാണുള്ളത്. ക്രിസ്മസിൻ്റെ ഒക്കെ ഇപ്പോൾ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇവിടെ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളതേ ബില്ലിംഗ് ഏരിയയിലേക്ക് എത്തി. ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇറങ്ങുകയാണ്. ഓൾമോസ്റ്റ് അങ്ങനെ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുള്ള പർച്ചേസിങ്ങും കാര്യങ്ങളൊന്നുമല്ല, വളരെ പെട്ടെന്നുള്ള ഒരു പർച്ചേസിങ് ആയിരുന്നു ഇന്നത്തെ. എന്തായാലും നമ്മൾ വിചാരിച്ച സാധനം നമുക്ക് കിട്ടി. അങ്ങനെ നമ്മുടെ ഐക്യനോട് നമ്മൾ തൽക്കാലത്തേക്ക് ഒരു ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി നമ്മൾ ക്രിസ്മസ് ഒക്കെ ആവുന്ന ടൈമിൽ ഞാൻ ഒന്നും കൂടി വരുന്നുണ്ടാവും. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒന്നും കൂടി എന്തൊക്കെ കാര്യങ്ങൾ അവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ കാണിച്ചു തരാം. അങ്ങനെ അതേ നമ്മുടെ ഈ വാങ്ങിയ സാധനങ്ങളൊക്കെ കാറിൻ്റെ ഡിക്കിയിലൊക്കെ വെച്ച് നമ്മളിത് തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണ്. അൽവദ മോളിൽ ഐക്യയുടെ ഒരു ചെറിയ ഔട്ട്ലെറ്റ് ഉണ്ട്. പക്ഷേ അവിടെ നമുക്കങ്ങനെ എല്ലാതും കിട്ടില്ല, ഭയങ്കര ചെറിയൊരു സംഭവമാണ്. അപ്പം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളൊരു വീടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വെച്ച് ഡെക്കറേഷനും പരിപാടിയും ഇൻറ്റീരിയറൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഈ ഒരു ഇതേപോലത്തെ വലിയൊരു ഐക്യയിൽ വന്ന് നിങ്ങളുടെ പ്രൈസിനനുസരിച്ചിട്ടുള്ള രീതിയിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതേ നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോവാണ്. ഇനി എൻ്റെ എക്സൈറ്റ്മെൻറ്റ് പാർട്ട് വരുന്നത്, എനിക്ക് ഈ ഒരു ലാമ്പ് ഫിക്സ് ചെയ്ത് ആ TVയുടെ അവിടെ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. അപ്പോൾ അങ്ങനെ അക്കിയെന്നെ ഫസ്റ്റ് ഡ്രോപ്പ് ചെയ്തു, കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി പോയി. ഞാൻ ഈ 2 സാധനം പിന്നെ പറയാൻ മറന്നു, ഞാനൊരു മാറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പാത്രങ്ങളൊക്കെ കഴുകി അതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രേ മേടിച്ചിട്ടുണ്ടായിരുന്നു, വെക്കാൻ വേണ്ടിയിട്ടുള്ള അതും കൂടി ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതേ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി ഇതിൻ്റെ എല്ലാ പാർട്സും എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം വർക്കൗട്ട് ആവുമെന്നാണ് വിചാരിക്കുന്നത്. ഫൈനലി നമ്മുടെ ബൾബൊക്കെ കത്തിച്ചു. ബൾബ് നമുക്ക് ഓൾറെഡി നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വേറൊരു ആവശ്യത്തിന് മേടിച്ചിട്ട് അത് സൂട്ടാവാതെ നമ്മൾ മാറ്റി വെച്ചതായിരുന്നു. അങ്ങനെ നമ്മുടെ TV സ്പേസിൻ്റെ അവിടെ നമ്മുടെ ഈ ലാമ്പ് വെച്ചു. ദേ അടിപൊളിയായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു റൂമിൻ്റെ ആ ഒരു ആംബിയൻസ് തന്നെ മൊത്തത്തിൽ മാറി. നമ്മുടെ ആ നോർമലി ഉള്ള വൈറ്റ് ലൈറ്റ് നമ്മൾ ഇടുമ്പം ഉണ്ടാവണേക്കാളും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു ഈ ഒരു വോം ലൈറ്റ് അവിടെ വന്നപ്പം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. എല്ലാവരും എൻ്റെ എഗ് പഫ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ.